അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ശേഷം 19 അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ.
ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദപ്പെടുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പ്രിയപ്പെട്ട ജനൻ, നീന, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട രണ്ട് വചനഭാഗവും സുവിശേഷവും ലേഖനവും സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ വിവാഹത്തിൽ ഒരു നിർവചനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് സ്നേഹത്തിന്റെ ആഘോഷം എന്നാണ്. സ്നേഹത്തിന്റെ ആഘോഷം കഴിഞ്ഞ് 25 വർഷങ്ങളായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ 50 വർഷമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതുമായ ദമ്പതികൾ ഇപ്പോഴുമുണ്ട്. ഇവർ ഈ രണ്ടുപേരും നീനയും ജനനും ഇപ്രകാരം ഒരു സ്നേഹത്തിന്റെ ആഘോഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കമാണ്. നമ്മളെല്ലാവരും സാക്ഷി നിർത്തി അവർ സന്നദ്ധരാണ് എന്ന് പറയുകയാണ്. ഇവർ പറയുന്ന സന്നദ്ധതയ്ക്ക് നമ്മളും കൂടി സാക്ഷ്യമാവുകയാണ്. ഒപ്പം നമ്മളുടെ പ്രാർത്ഥനയാവുന്ന പിൻബലവും ഇവർക്ക് ഉണ്ടാവണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും നേരുകയും ചെയ്യുകയാണ്. ഒത്തുകല്യാണത്തിനും കല്യാണത്തിനും ഇടയ്ക്കുള്ള സമയങ്ങൾ തിരുസഭ നിഷ്കർഷിക്കുന്നത് അത് കൂടുതൽ പ്രാർത്ഥിച്ചെടുക്കുവാനും അവർക്ക് ആത്മീയമായിട്ടുള്ള ഒരുക്കത്തിന്റെ ദിനങ്ങളായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞങ്ങളും ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഈ 2-3 ദിവസങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി പുതിയ പ്രതീക്ഷകളോടുകൂടി നിങ്ങൾ ആരംഭിക്കുന്ന ജീവിതം ഏറ്റവും വിജയപ്രദമായി നയിക്കണമേ എന്ന്. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ദൈവം നിശ്ചിതമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2 വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നവരെ ഒരുമിച്ച് കൂട്ടിയതിനുള്ള മീഡിയ വരെ ഉണ്ടാകുമായിരിക്കും. എങ്കിലും ഓരോ വിവാഹവും ദൈവം കൽപ്പിച്ച് തീരുമാനിക്കുന്നത് തന്നെയാണ്. ഇപ്രകാരം പേരട്ടയിൽ ജനിച്ച് ജീവിച്ച് അതുപോലെ തന്നെ ചുണ്ടപ്പറമ്പിൽ താമസിക്കുന്ന ജനനും നീനയും ദൈവനിശ്ചയപ്രകാരം ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിച്ചുകൊള്ളുമെന്ന് പ്രതിജ്ഞയെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ദൈവനിശ്ചിതമാണെങ്കിലും തുടർന്നുള്ള ഈ സ്നേഹത്തിന്റെ ആഘോഷത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പം കൂടി ഉണ്ടാവണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോഴേ ഇത് സമ്പന്നമാകുന്നുള്ളൂ. സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ അത് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ആവശ്യമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് നേരുന്നത് ഇതാണ്. ദൈവം എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ദൈവത്തോടുള്ള സഹയാത്രികരായിട്ട്
വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പമുണ്ട്. എന്തിനാണ്? പ്രാർത്ഥനയായിട്ട്. വിവാഹം ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവശ്യനെ സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. അപ്രകാരമുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും പ്രോത്സാഹനവും ദൈവകൃപയും നേരുന്ന ഒരു സമൂഹമാണ് ഞങ്ങളെന്ന് നിങ്ങൾ ഉറപ്പു തരുന്നു. പ്രിയപ്പെട്ട ജനങ്ങളും എനിക്ക് എല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാകുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സ്വർഗീയ മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടുത്തോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഈ കൗതാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വ ബോധത്തോടെയും പൂർണ്ണമായ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കൊപ്പം അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. ജെറിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ നീനയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. നീന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജെറിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷി. നിങ്ങളുടെ ഈ വിവാഹ വാഗ്ദാനം സഫലമാക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭർത്താക്കന്മാരാകുവാനൊരുങ്ങുന്നവരെ സ്നേഹത്തിൽ വളർത്തണമേ. അങ്ങയുടെ കൃപാവനം സമൃദ്ധമായ ചൊരിഞ്ഞ് ഇവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സമാധാനാശീർവാദമാണ്. നമുക്ക് കരങ്ങൾ കാനായിലെ കല്യാണവിരുന്നിൽ വെച്ച് വധൂവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാനിരതമായി വിവാഹത്തിലൊരുങ്ങുവാൻ കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ ചെയ്യട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളുടെ
നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങൾ പങ്കിട്ട എല്ലാവരെയും ദൈവം സമൃദ്ധമായി ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Lavender fields where the sun drips gold. I'll be waiting in the evermore, quiet and still as an alpine rose, far away from where we were before. In this walk across eternity, I will hold you in the light and never leave. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, രണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ജില്ലാല. കണ്ണിൻ ഉള്ളും കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ കണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ല കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ജില്ലാ. നാളേറെ കാത്തിട്ടും നീ വന്നില്ല, മോഹിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല. മാറത്തെ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല, പാടാനി ഞാനില്ല ജില്ലം ജില്ലാല. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വെച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും
മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്. കനവില് വന്നോള് നിൻ കരളായി പോന്നോള്, കനവില് വന്നോള് നിൻ കരളായി പോന്നോള്. പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള്, കനഹാ പെരുന്നാൾ ബാൻഡടി പോലെ ഉള്ളു കവർന്നോള്. പാട്ടുപെട്ടി പോൽ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള്, ഇനി കാത്തിരുന്നൊരാ നാളെത്തി. ഒട്ടിയൊട്ടിയിട നെഞ്ചുമുട്ടി കഥ തുടരും ഇരുവരുടെ കല്യാണം. അവർക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള. അമ്പ് പെരുന്നാൾ ചേലോടെ എന്റെ മുന്നിൽ വന്നവള, അന്ന് തൊട്ട് ഉള്ളാകെ അമ്പു കത്തണം എന്നിവള. ആരുമില്ല നേരത്ത് ശൃംഗാരമോതും കണ്ണിവള, വീടു നിറയെ പിള്ളേരായി എന്നാടു വാഴാൻ പോണോള. പാതിരാവിൻ പാതിരെന്നും ചാരിടുന്നോള്, പാതിയായി എന്നും എന്നിൽ ഒട്ടിടുന്നോള്. അവൾക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള. അവൾക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള. അപ്പോൾ ഈ റിസപ്ഷൻ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ടിനു തോമസ്. ഞാൻ നീനയുടെ ഫാദറിൻ്റെ ചേട്ടൻ്റെ മകളാണ്, മരുമകളാണ്, മകൾ തന്നെയാണ്. അപ്പം ഞാനാണ് ഇന്നത്തെ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു ഒഫീഷ്യൽ MC ഒന്നുമല്ല, അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇതിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നും അല്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങാം. നമ്മുടെ കപ്പിൾ ടു ബി, നമുക്കിതിലെ ബ്രൈഡ് എന്ന് വിളിക്കാനായില്ല, കാരണം അവരുടെ ബിഗ് ഡേ ടു കം. ഒരു 5 ദിവസം കൂടെ ഉണ്ട്. അവർ കാത്തിരുന്ന അവരുടെ വലിയ ദിവസം വരികയാണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്ന ദിവസമാണ് ഇന്ന്. ദേവാലയത്തിൽ വെച്ച് അവർ അവരുടെ ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും അയൽക്കാരുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർ വിവാഹിതരാകാൻ സമ്മതമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ദിവസമാണ്. അതായത് നമ്മുടെ ആഘോഷങ്ങൾ തുടങ്ങുന്ന ദിവസമാണിന്ന്. അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഇവരുടെ വലിയ ദിവസം ഒരു വലിയ ദിവസവും മനോഹരമായ ഒരു ദിവസമാക്കാൻ നമുക്ക് ഇവരുടെ കൂടെ നിൽക്കാം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ കനത്ത മഴയിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി, ഒരുപാട് 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 നന്ദി. കാരണം ഇതൊരു വർക്കിംഗ് ഡേ ആണ്, നല്ല മഴയാണ്. എന്നിട്ടും ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ സണ്ണിപ്പാപ്പൻ്റെയും കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഒപ്പം എല്ലാവരെയും ഈ ബെറ്റോറിയൽ റിസപ്ഷൻ ഫംഗ്ഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻട്രൊഡക്ഷനോട് ആരംഭിക്കാം. ഞാൻ പെണ്ണിൻ്റെ സൈഡിലായിരുന്നു, ഞങ്ങൾ നീനയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദിസ് ഇസ് നീന അഗസ്റ്റിൻ അല്ലേ? പക്ഷേ ഞങ്ങൾ നീനയെ വിളിക്കുന്നത് ഉണ്ണി എന്നാണ്. ഞാൻ അതുമായിട്ട് യൂസ്ഡ് ആയതുകൊണ്ട് ഞാനിപ്പോഴും ഉണ്ണി എന്ന് തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഭാവി നീനയുടെ ഉണ്ണി എന്ന് തന്നെ വിളിക്കാം. കാരണം നീനയുടെ ക്യാരക്ടറും അങ്ങനെയാണ്. അവിടെ നീന എന്ന് വിളിക്കാൻ നമുക്ക് തോന്നില്ല. വളരെ ചൈൽഡിഷ് ആയ, വളരെ സ്വീറ്റ് ആയ ഒരു പേഴ്സണാലിറ്റിയാണ് നീന. നീനയുടെ കല്യാണം
അതിനുശേഷം നമ്മൾ നമ്മുടെ കേക്ക് മുറിക്കൽ ഫംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അപ്പം ഇതിനെക്കുറിച്ച് ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ലാതെ എന്തെങ്കിലും ഒരു 3 കാര്യങ്ങൾ. നീ നല്ലൊരു കുട്ടിയാണ്. നീ എനിക്ക് വളരെ ഇഷ്ടമാണ്. നീ കേക്ക് സെറമണിയിലേക്ക് പ്രവേശിക്കാം. അതിനായി ഞാൻ ആദ്യം ക്ഷണിക്കുന്നത് നമ്മുടെ ചെറിന്റെ ഫാദർ, മദർ, ബ്രദറിനെയാണ്. റീനന്റി അങ്കിളിനെ വളരെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നമ്മുടെ ചെറിയുടെ മണ്ണനുള്ളി ബ്രദർ ചോട്ടുവിനെ വളരെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉണ്ണിയുടെ പപ്പയും അമ്മയും സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സസ് സണ്ണി മാത്യു വടക്കേമൊഴി, ഞങ്ങളുടെ സ്വന്തം സണ്ണി പാപ്പൻ, ലേറ്റ് മിസ്റ്റർ മാത്യു മേരി ദമ്പതികളുടെ 3 മക്കളിൽ 2ാമത്തെ ആളാണ് സണ്ണി പാപ്പൻ. മൂത്തയാള് തങ്കച്ചൻ ദില്ലിക്കുട്ടി, ഇളയത് സെലിൻ ജോർജൻ. അതാണ് ഞങ്ങളുടെ സണ്ണി പാപ്പൻ. പാപ്പൻ ബിസിനസ്സാണ്, കർണാടകത്തിൽ ബിസിനസ് ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ സ്വന്തം സെലിൻ ആൻറ്റി. കാരക്കാട്ട് ഫാമിലിയിലെ മാത്യു ഏലിക്കുട്ടി ദമ്പതികളുടെ 4 മക്കളിൽ ഇളയാളാണ്. മിസ്റ്റർ ജോൺ ജോർജ് ദില്ലിക്കുട്ടി സഹോദരന്മാരുടെ ഏറ്റവും ഇളയ പെണ്ണാണ്, ഹൗസ് വൈഫാണ്. 4 മക്കളെ കൊണ്ടുപോലെ വളർത്തിക്കൊണ്ടുവന്ന ആൻറ്റിയാണ്. ആൻറ്റിയുടെ മക്കളിലെ ഒരുപാട് സ്നേഹത്തോടെ ഈ ഫംഗ്ഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഞങ്ങളുടെ കോഴിക്കോടൊക്കെ നമ്മുടെ കല്യാണം വരെ നമ്മൾ പെങ്ങളായിരിക്കും, നമ്മളെ പെങ്ങളെ പോയെന്ന് പറയും. പക്ഷെ നമ്മുടെ കല്യാണത്തിന് ശേഷം നമ്മൾ അറിയപ്പെടുന്ന പെങ്ങൾ നല്ല അളിയന്റെ ഭാര്യതയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അളിയന്മാരെ എന്ന് വെച്ചാൽ നമ്മുടെ ചെറുത്തെ കോ ബ്രദേഴ്സിനെയും ഫാമിലിയെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം മൂത്ത കോ ബ്രദറായ ദീപു ചേട്ടനെ വളരെ സ്നേഹത്തോടെ ഫാമിലിയോടൊപ്പം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദീപു ചേട്ടൻ ബിസിനസ്മാനാണ്, ത്രിപുര കർണാടകയിലൊക്കെ ബിസിനസ് ചെയ്യുന്നു. ദീപു ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദീപു ചേട്ടൻ ഞങ്ങളുടെ കല്യാണത്തിനെ പോലെയാണ്. പണ്ട് മുകേഷ് വന്നപ്പോൾ ആനമുക്കാൻ വന്ന വ്യക്തിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരവുണ്ട്, ഞങ്ങൾ ദീപചേട്ടാരെ വിളിക്കും. അതാണ് ഞങ്ങളുടെ ദീപചേട്ടാരി. ദീപചേട്ടയുടെ വൈഫ് നീതു ചേച്ചി അസാമാന്യ കുക്കാണ്, നന്നായി കേക്കൊക്കെ ഉണ്ടാക്കും. താമസിയാത്തൊരു കേക്കിന്റെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് 3 മക്കൾ ദിയ, ഡാനിയുടെ അമ്മ. അപ്പോൾ ദീപചേട്ടൻ ഫാമിലി വെൽക്കം ടു ദ ഫംഗ്ഷൻ. ഒരു കൈയുടെയൊക്കെ ആവാം. അടുത്ത ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് 2ാമത്തെ സഹോദരൻ, ഞങ്ങളുടെ സ്വന്തം ജെയ്സൺ കുരുവിള. വിത്ത് ഫാമിലി വെൽക്കം ജെയ്സൺ നിഷ ഫാമിലി. ജെയ്സൺ എയർക്രാഫ്റ്റ് എഞ്ചിനീയറാണ്, ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു. നിഷ കെമിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. 2 മക്കൾ അന്നക്കുട്ടി, ചാക്കോച്ചൻ. നമ്മുടെ ജെയ്സൺ ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ പുള്ളി നമ്മുടെ അയലോക്കത്തെ പയ്യൻ എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും എല്ലാത്തിനും കൂടുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ ബർത്ത്ഡേക്ക് വരുന്ന തീർപ്പിക്കുകയാണെങ്കിൽ പുള്ളി നമുക്ക് വരുന്ന തീർപ്പിക്കാൻ പറ്റും. നമ്മളിപ്പോൾ പുല്ല് വായിക്കുകയാണെങ്കിൽ പുള്ളി അത് പുല്ല് വയ്ക്കാൻ പറ്റും. എന്തെങ്കിലും എല്ലാത്തിനും കൂടുന്ന ഒരാളാണ്, എപ്പോഴും ചിരിച്ചോണ്ട് നിൽക്കുന്ന ഒരാളാണ്. ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ജെയ്സൺ ചേട്ടൻ, നിഷ ആൻഡ് ഫാമിലി. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദ മോസ്റ്റ് കാം ക്വയറ്റ് ഷീ ആയിട്ടുള്ള ഞങ്ങളുടെ ഷെവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതൊന്ന് പോകാൻ ഞങ്ങളുടെ ഷെവിനെ അറിയാൻ പാടില്ലാത്തതാണ്. ആദ്യം ചികിത്സ മോസ്റ്റ് ചിൽ ആൻഡ് കൂൾ പേഴ്സൺ ഇൻ അവർ ഫാമിലിയാണ്. പാർട്ടി കൊടുക്കുന്നവരെ കാണാൻ നമ്മുടെ ഷെവിനെ. അപ്പോൾ ഷെവിൻ ബാംഗ്ലൂർ സ്റ്റേജിലാണ് ഒരു ക്വാളിറ്റി അഷുറൻസ് ലീഡായിട്ട് ഫിലിപ്സിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ നിവ്യ അഗസ്റ്റിൻ. നിവ്യ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, റിലയൻസ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. 2 കുട്ടികൾ ജോജു ആൻഡ് ജെസ. അപ്പോൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ കേക്ക് കട്ടിംഗ്
തൊട്ടേ നീ എൻ പെണ്ണ്, കണ്ണാലെ കണ്ണാലുള്ളം കവരും പെണ്ണ്, കാന്താരി പൂവായാദ്യം തോന്നും പെണ്ണ്, അറിയാതെ അറിയാതെന്റെ സഖിയാം പെണ്ണ്, മഴവില്ലിൻ ചേരിൽ സ്നേഹം മെയ്യും തൂവൽ കൂടുണ്ടേ, അതിലെന്നും എന്നും കൂടെ കൂടാ നോമൽ പെണ്ണുണ്ട്, അവളില്ലെങ്കിൽ ഞാനില്ലേ മണ്ണിൽ എല്ലാം എൻ പെണ്ണ്. പെണ്ണില തിങ്കളിൽ താലിയോടെ എന്നിലൻ പാതിയായി ചേർന്ന പെണ്ണ്, മഞ്ഞുനീ തുള്ളിയായി എന്റെ ഉള്ളിൽ പിന്നെയും പിന്നെയും പെയ്ത പെണ്ണ്, ഞാൻ കാണും നേരം തൊട്ടേ നീ എൻ പെണ്ണ്, കണ്ണാലെ കണ്ണാലുള്ളം കവരും പെണ്ണ്. പുത്തിരി കത്തിച്ച കൽവിലെ തേനൊലിക്കണ രാവ്, രാവിന്റെ ചോട്ടിലെ മുത്തഴകത്തൊരു മാല ചുടണ റോള്, മരന്റെ കൽവിലെ ആനന്ദം മുത്തുന്ന ചെഞ്ചെറും മുഞ്ചുള്ള നാള്, ഓളുന്ന പത്തക്ക് താവിന്റെ ചോട്ടില് ഓനെഴുതുന്നൊരു രാവ്. രാവോളാണേ രാവോനാണേ ഇൻസന്നൂരിൽ നിന്നോരാണേ, ഓരോരുത്തരും ഓരോരുത്തരും ആലങ്ങളിൽ നാനാത്തരം, തഞ്ചത്തില് താളത്തില് കാനൂത്തിന് പാടുന്നൊരു ഓളത്തില് കൂട്ടാകിട്ടാടാനയാളുണ്ടോ, ഓളിന്നോ നിന്നൊരു വ്യത്യാസവുമില്ലെന്നത് ഇനിയുള്ളൊരു കാലത്ത് കാണാലോ ബാക്കിയുള്ളത്. പുഞ്ചിരിക്കെ പുഞ്ചിരിക്കെ ചുണ്ടിൽ തില്ലാന, കണ്ടിരിക്കെ കണ്ടിരിക്കെ കണ്ണിൽ തില്ലാന, കേട്ടിരിക്കെ കേട്ടിരിക്കെ താളം തില്ലാന, തില്ലാന തില്ലാന. പുഞ്ചിരിക്കെ പുഞ്ചിരിക്കെ ചുണ്ടിൽ തില്ലാന, കണ്ടിരിക്കെ കണ്ടിരിക്കെ കണ്ണിൽ തില്ലാന, കേട്ടിരിക്കെ കേട്ടിരിക്കെ താളം തില്ലാന, തില്ലാന. പാടുമ്പോൾ നെഞ്ചിൽ തില്ലാന, എന്നെ ജീരാകിട്ട് ജീരാകിട്ട് പാറ
ബണ്ടുല അലരേ തേൻ ബണ്ടുല മലയിലെ മരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരെ കാതിൽ തേന്മഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്തേ നാടൻ കാറ്റു കിതച്ചോടും ഞാറ്റിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ താനക 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 താതിന്തോ താനക 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 താതിനന്തോ കാക്കമലയിലെ മരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരെ കാതിൽ തേന്മഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ மல்லி மல்லியா 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 ஐயா வாழ்த்து சொல்ல ஊரே சேர்ந்ததையா தனித்தனியா இருந்த ரெண்டு வல்லகம் ஃபேமிலியா இப்போ ஆனதையா மனசுல தான் நினைச்சதெல்லாம் நடக்க குணத்துல தான் சாதி இருக்குதையா அழைச்சுக்குவா அழகா ஒன்ன ஒருத்து புரிஞ்சுக்கிட்டா அவதான் கொண்டாட்டியும் சவதிக்கா சவதிக்கா ட்ரிப்பா ட்ரிப்பிங்கா ட்ரிப்பா ட்ரிப்பிங்கா சவதிக்கா சவதிக்கா யக்கா கப்புங்கா யக்கா மரியாச்சி 8 மணியாச்சி கொஞ்சம் கிசாலே ஹலே ஹலே யக்கா மரியாச்சி எல்லாம் சரியாச்சி ரவ குத்தாலே ஹலே ஹலே റെഡിയാമാരൻ റെഡിയാണ് നാരി കല്യാണ തലമേളം വേറെ മാറി മെതുവാ ബേബി സറിയാണ് നൂബി നിജമാന പരിപാടി വേറെ മാറി ഇത് വേണ്ടതല്ലേ വേണ്ടതല്ലേ വേണ്ടിടാത്ത തോന്നലല്ലേ വേണ്ടത് പിന്നെ റബ്ബിനെ മനാടി ജോഡിയല്ലേ പിന്നെ ഏമിയല്ലേ റെഡിയാമാരൻ റെഡിയാണ് मेरी मैरिज करिए दिल वाले दुल्हनिया ले जाएंगे मेरी मैरिज करिए दिल वाले
ख्यालों का भी रखता मेरे ख्याल तुम माहिया शर्त नहीं ना सवाल कोई है ऐसा इश्क मेरा शर्त नहीं ना सवाल कोई है ऐसा इश्क तेरा इश्क है करया तर गए दरिया रब मन आते साहिबा के सारे जग नू भुल गए सब नू रब मन आते साहिबा जे इश्क है करया तर गए दरिया रब मनिया तेनू साहिबा कि सारे जग नू भुल गए सब नू रब मनिया तेनू साहिबा अखियां विच वसदा माही अखियां ना खोला मैं इश्क मेरा है इश्क अवल्ला ना किसी दे तोला शर्त नहीं ना सवाल कोई है ऐसा इश्क मेरा शर्त नहीं ना सवाल कोई है ऐसा इश्क मेरा We were so perfect now I'm feeling worthless so lost without you got me all nervous come closer I know you miss the way that I hold you don't say that it's over don't say that we're